ഗുഡ് ഈവനിംഗ്, നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തെക്കുറിച്ചാണ്. അദ്ദേഹം രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രസംഗിച്ചത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഈ രാജ്യത്തെ സ്വത്തുക്കളെല്ലാം നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കും, കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവർക്ക് കൊടുക്കുമെന്നുള്ളതാണ്. വളരെ മുസ്ലിം വിരുദ്ധമായ വിദ്വേഷ വർഗീയ പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ രാജ്യമെമ്പാടും ഉയരുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. ദാവൂദ് സർ, പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല, ഞെട്ടൽ തോന്നുന്നില്ല. ഇതിലും വർഗീയത വമിപ്പിക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്ത് പറയണം? രേഷ്മ പറഞ്ഞ തന്നെയാണ് നരേന്ദ്രമോദി. ഇപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കൂടുതൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമ്പത്തിൻ്റെ പ്രാഥമികാധികാരം മുസ്ലിങ്ങൾക്കാണെന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയാണ് പറയുന്നത് ഗുസ്പേട്ട്, നുഴഞ്ഞു കയറ്റക്കാർക്കും കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാക്കുന്നവർക്കും നമ്മുടെ സമ്പത്ത് കൊടുക്കണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലിപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ കൂടുതൽ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ, പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെടുത്താൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ഒരാൾ സുരേഷ് ഗോപിയായിരിക്കും. അതായിരിക്കില്ലല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ആവർത്തിച്ച് അതിലുപയോഗിക്കുന്ന ഒരു വാക്കാണ്, രണ്ട് കാര്യങ്ങളാണ്. കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ആളുകൾ, പിന്നെ ഗുസ്പേട്ട് എന്നുള്ളത്. ഗുസ്പേട്ട് എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറ്റക്കാർ. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പ്രസംഗിച്ചതിൽ രേഷ്മ പറഞ്ഞ ഒരു അത്ഭുതപ്പെടാൻ യാതൊരു വകയുമില്ല. കാരണം അദ്ദേഹം നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്ക്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾക്ക് രണ്ട് പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ യാത്രാ വിലക്കുണ്ടായിരുന്നെങ്കിൽ, വിസ ബാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് മാത്രമാണ്. അതിൽ അമേരിക്കയിൽ അദ്ദേഹത്തിന് യാത്രാ വിലക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തിയതിൻ്റെ കാരണം എന്താണ്, അവിടെ റിലീജിയസ് ഫ്രീഡം ലോ ഉണ്ട്, അത് ലംഘിച്ച ആളാണെന്നുള്ളതുകൊണ്ടാണ്. വാൾസ്ട്രീറ്റ് ജേണലിൽ ഒരു ലേഖനത്തിൽ പറയുന്ന അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത ആ ലോ ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് വിസ നിഷേധിച്ചത് എന്നാണ്. ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ വിസ നിഷേധിച്ച ഒരാളാണ് അദ്ദേഹം. ഗുജറാത്ത് കലാപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമാണ് അതിന് കാരണം, അതെല്ലാവർക്കും അറിയാം. എന്നതിന് ശേഷം അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇദ്ദേഹം ഈ നിലക്ക് ധാരാളമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഗുജറാത്ത് കലാപത്തിന് ശേഷം അദ്ദേഹം ഒരു ഗൗരവ് യാത്ര നടത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കലാപത്തിനിരയായ ആളുകൾക്ക് അവരുടെ ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വേണ്ടത്ര സൗകര്യമില്ല എന്നുള്ള വിമർശനം പല ഭാഗത്തു നിന്നും, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്ന സമയത്ത് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്, ഞാൻ എന്താണ്, കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി തുടങ്ങണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് റാലികൾ, ഞാൻ മുമ്പ് പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പ് റാലികളിൽ ഈ നിലക്കുള്ള പ്രസംഗം നിരന്തരമായിട്ട് നടത്താറുണ്ടായിരുന്നു. അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുണ്ടായിരുന്നത് JM ലിങ്ദോ ആയിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോഡിയും തമ്മിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുള്ളതുകൊണ്ട് ഭയങ്കരമായ അനിഷ്ടത്തിലായിരുന്നു. അപ്പോൾ റാലികളിൽ ഇദ്ദേഹം ലിങ്ദോയുടെ പേരെങ്ങനെയാണ് പറയാൻ അറിയാം? JM ലിങ്ദോ എന്നൊരിക്കലും അദ്ദേഹം പറയില്ല, ജെയിംസ് മൈക്കൽ ലിങ്ദോ എന്നേ പറയുള്ളൂ. എന്തിനാ അങ്ങനെ പറയുന്നത്? JM ലിങ്ദോ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല ഇത് ഏതാ വകുപ്പ് എന്ന്. ആളുകൾക്ക് കൃത്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജെയിംസ് മൈക്കൽ ലിങ്ദോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ വിമർശിക്കുക. ഇവർ സോണിയാഗാന്ധിയും ജെയിംസ് മൈക്കൽ ലിങ്ദോ സോണിയാഗാന്ധിയെപ്പോലെ ഇറ്റലിയിൽ നിന്ന് വന്ന ആളാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു റാലിയിൽ. സോണിയാഗാന്ധിയും ജെയിംസ് മൈക്കൽ ലിങ്ദോയും പള്ളിയിൽ വെച്ച് കാണാറുണ്ടായിരിക്കുമല്ലേ എന്നൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാട്ടോ. അപ്പോൾ മുസ്ലിങ്ങളെ ഇന്നിപ്പോൾ രാജസ്ഥാനിലെ റാലിയിൽ ഇന്നലെ മുസ്ലിങ്ങൾ എന്ന് അദ്ദേഹം പേരെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പേരെടുത്ത് ഒരു മതത്തെ വിമർശിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടും. അന്ന് JM ലിങ്ദോ ആണ് കമ്മീഷണർ. അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. അപ്പം മുസ്ലിങ്ങളെ ചീത്ത പറയാൻ വേണ്ടി അദ്ദേഹം സ്വീകരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ മിയാൻ മുഷാറഫ്, മിയാൻ പർവേസ് മുഷാറഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുജറാത്തിലെ റാലികളിൽ പ്രസംഗിക്കുക. അതെന്തിനാണ്? മുഷറഫിന് ചീത്ത പറഞ്ഞാൽ അങ്ങനെ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റാണല്ലോ. മുസ്ലിങ്ങൾ നേരിട്ട് ചീത്ത പറയുന്നതിന് പകരം മുഷറഫിൻ്റെ പേര് പറഞ്ഞിട്ട്
പറയാനുള്ള ഇതെല്ലാം പറയുക. ഈ രീതി സ്വീകരിച്ചുകൊണ്ടിരുന്ന ആളാണ്. നമുക്കറിയാം, കഴിഞ്ഞ പൗരത്വ സമരത്തിൻ്റെ കാലത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം, ഇവരുടെ മതം വസ്ത്രം കണ്ടാൽ അറിയാം. കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടത്തിയ പ്രസംഗങ്ങൾ, ഇതിൽ ഇദ്ദേഹത്തിൻ്റെ രീതിയാണിത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ രീതി എന്നുള്ളതല്ല, അതൊരു സംഘപരിവാറിൻ്റെ ഒരു ആശയധാര പിന്തുടരുന്ന ഒരാൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ കാണേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ആളെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട് 2 തവണ. അദ്ദേഹം 3ാമതും പ്രധാനമന്ത്രിയാകാൻ ഇരിക്കുന്നു. ഈ കണ്ട അഭിപ്രായ സർവേകളിലൊക്കെ നിങ്ങൾ മോസ്റ്റ് ഫേവേർഡ് ലീഡർ, ഏറ്റവും കൂടുതൽ അഭിപ്രായ സർവേകളിൽ ആളുകൾ ലീഡറായിട്ട് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെയാണ്. അപ്പോൾ അതാണ് ഇന്ത്യൻ സമൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തിനായിരിക്കും അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചത്? ഇപ്പോൾ രേഷ്മ പറഞ്ഞല്ലോ, ഇന്ന് ഞാനൊരു പ്രധാനമന്ത്രി ഇങ്ങനെ പ്രസംഗിക്കുന്നു ചോദിക്കുന്നില്ല. നമുക്കത് എന്താണ്, ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു തോന്നലാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാപിറ്റലാണ്. എന്തിനാണ് അങ്ങനെ പ്രസംഗിക്കുന്നത്? അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വോട്ട് കിട്ടും. കുറഞ്ഞു പോകാനിടയുള്ള വോട്ടും വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് പോകാനിടയുള്ള വോട്ടും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ശക്തനായ നേതാവായി എനിക്ക് മാറാൻ പറ്റും. കൂടുതൽ പ്രാബല്യമുള്ള, കരുത്തനായ, ജനകീയനായ, കൂടുതൽ വോട്ട് നേടുന്ന നേതാവായി മാറാൻ പറ്റുമെന്ന പൂർണ്ണ ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഇത്രയും വഷളായ വർഗീയത പ്രസംഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് നിങ്ങൾ എത്രത്തോളം വർഗീയത പറയുന്നുവോ, എത്രത്തോളം വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്നുവോ, അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റാൻഡിങ്, നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ സപ്പോർട്ട് ബേസ് അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ നിലയിൽ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇന്ത്യൻ സമൂഹത്തെ ആ നിലയിൽ കണ്ടീഷൻ ചെയ്ത് വളർത്തിയെടുക്കുന്നതിൽ ഈ പ്രസ്ഥാനം വിജയിച്ചിട്ടുണ്ട്. RSS എന്ന് പറയുന്ന, സംഘപരിവാർ എന്ന് പറയുന്ന പ്രസ്ഥാനം വിജയിച്ചിട്ടുണ്ട്. രേഷ്മ ഒരു കാര്യം ആലോചിച്ചു. ഒരു സ്ത്രീ, 21 വയസ്സായ ഗർഭിണിയായ ഒരു സ്ത്രീ, 5 മാസം ഗർഭിണിയാണ് അവർ 3 വയസ്സുള്ള കുഞ്ഞുമായിട്ട് വേറെയും ബന്ധുക്കളുമായിട്ട് സ്വന്തം ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. കലാപം നടക്കുന്നുണ്ട്. ആ സംഘത്തെ പിടികൂടി ആ സംഘത്തിലുള്ള ആളുകളെല്ലാം കൊന്ന് ഈ ഗർഭിണിയായ സ്ത്രീയുടെ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി നമ്മൾ തുണി അലക്കുന്നത് പോലെ ആ കുഞ്ഞിൻ്റെ കാലിന് പിടിച്ച് തല പാറയിലടിച്ച് ഈ ഗർഭിണിയായ അമ്മയുടെ മുമ്പിൽ വെച്ച് ആ കുഞ്ഞിനെ കൊന്ന് അതിനുശേഷം ആ അമ്മയെ ബലാത്സംഗം ചെയ്ത് അവർ ചത്തുപോയി എന്ന ധാരണയിൽ സ്ഥലം വിട്ടു ഒരു സംഘം. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം ആ സ്ത്രീ ബോധം ലഭിച്ചതിന് ശേഷം എഴുന്നേൽക്കുന്നു. അവർ പിന്നീട് ഈ പ്രതികളെ പിടിക്കാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിൽ ഇറങ്ങുന്നു. അവിടുത്തെ പോലീസും ജുഡീഷ്യറിയും സംവിധാനങ്ങളുമെല്ലാം അവർക്ക് എതിർ നിൽക്കുന്നു. അവർ സുപ്രീം കോടതിയിൽ പോകുന്നു. അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിക്കുന്നു. വിചാരണ നടപടികൾ ആ സംസ്ഥാനത്തെ നടത്താൻ പറ്റില്ലെന്ന് പറയുന്നു, മറ്റൊരു സംസ്ഥാനത്താകുന്നു. എന്നിട്ടൊടുവിൽ ഇതിലെ പ്രതികളെല്ലാം പിടികൂടുന്നു. മറ്റൊരു സംസ്ഥാനത്തുള്ള വിചാരണ നടപടികളിലൂടെ ഈ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ലഭിക്കുന്നു. എന്നതിന് ശേഷം ഈ അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഓഗസ്റ്റ് 15 ആസാദ് കാ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ബലാത്സംഗികളും കൊലപാതകികളുമായിട്ടുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട ഈ പ്രതികൾക്ക് ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ലഡു കൊടുക്കുന്നു, മാലയിടുന്നു, അവരുടെ കാലിൽ തൊട്ട് വന്ദിക്കുന്നു. ആരാ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോപ്പുലേഷനെ, ഒരു വലിയൊരു ജനസഞ്ചയത്തെ ഇന്ത്യയിൽ വളർത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ആളുകൾ 6000-ഓളം ആളുകളാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന്. എന്നിട്ട് സുപ്രീം കോടതി ആ കേസ് വീണ്ടും എടുക്കുന്നു. ഇവർ വീണ്ടും ജയിലിലേക്ക് പോകുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്രതികളുടെ അമ്മാവൻ്റെ അനിയത്തിയുടെ മോളുടെ ഈ കാതുകുത്തൽ ചടങ്ങിന്, പിന്നെ ഇളയച്ചൻ്റെ അനിയൻ്റെ മോൻ്റെ ചോറൂണിന്, ഇങ്ങനെ ഓരോരോ ചടങ്ങിനും ഇവർക്ക് പരോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ്? ഇന്ത്യയിലെ ഭരണ സംവിധാനം ഒന്നാകെ ആർക്ക് വേണ്ടിയാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു 21-കാരിയായ ഗർഭിണിയെ, അവരുടെ കുഞ്ഞിനെ അവരുടെ മുമ്പിൽ നിന്ന് തലക്കടിച്ച് കൊന്ന, അവളെ ബലാത്സംഗം ചെയ്ത, കൂട്ടത്തിലുണ്ടായിരുന്ന 6 or 7 ആളുകളെ കൊന്നുകളഞ്ഞ ഒരു സംഘത്തിന് വേണ്ടി.
കത്തുവയിലെ സംഭവം ഓർമ്മ ഉണ്ടല്ലോ രശ്മിക്ക്? ആസിഫ. ആ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തില്ലേ ദിവസങ്ങളോളം? എവിടെയാണ് അത് ഞാൻ പറയുന്നില്ല എവിടെയാണ് പാർപ്പിച്ചത്. അതൊന്നുമല്ല, അതിനെ ബലാത്സംഗം ചെയ്ത ശേഷം അവിടെ എന്താ നടന്നത്? അവിടെ വലിയ പ്രകടനങ്ങൾ നടക്കുകയാണ്. എന്തിന്? ഈ കുഞ്ഞിൻ്റെ കൊലയാളികളെ പിടികൂടുമെന്ന് പറഞ്ഞിട്ടല്ല, ഈ പിടികൂടിയവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. ആ പ്രകടനങ്ങളിൽ അന്ന് 2 സംസ്ഥാനത്ത് ആ ജമ്മു കാശ്മീരിലെ 2 മന്ത്രിമാർ, BJP-കാരായ 2 മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി കോടതിയിൽ വരുമ്പോൾ അവിടുത്തെ അഭിഭാഷക സംഘം ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. ആര്? അഭിഭാഷകർ. ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള പ്രകടനത്തിന് നേതൃത്വം കൊടുക്കുന്നത് മന്ത്രിമാർ. ഹിന്ദു ഏക്താ മഞ്ച് എന്ന് പറഞ്ഞൊരു സംഘടന ഈ പ്രതികളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ടുണ്ടാക്കുന്നു. നോക്കൂ, റാംനവമി നടന്നുകൊണ്ടിരിക്കുകയല്ലേ? റാംനവമിയാണ് കഴിഞ്ഞ ആഴ്ച. റാംനവമി വരുമ്പോൾ എന്താണ്? കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് റാംനവമി വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഒരുക്കം എന്താണ്? മസ്ജിദുകളെല്ലാം തുണി കൊണ്ട് മൂടുകയാണ്. എന്തിനാ? ഈ റാംനവമി പോകുന്ന വഴിയിൽ പള്ളിയുണ്ടെങ്കിൽ പ്രശ്നമാവും. മുസ്ലിങ്ങളെല്ലാം കടകളടച്ച് വീട്ടിലിരിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് നബിദിനം വരികയാണ്. നബിദിനം അടുക്കുമ്പോൾ അല്ലെങ്കിൽ നബിദിനമാകുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം, അവിടെയുള്ള ക്ഷേത്രങ്ങളെല്ലാം തുണി കൊണ്ട് മൂടുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിയുമെന്ന് വിചാരിക്കുക. അത് മുഹമ്മദ് നബി എല്ലാം മാറ്റിവെക്കൂ. അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അപമാനം, ഏറ്റവും വലിയ അപമാനമല്ലേ? മുഹമ്മദിന് അവർ ഏറ്റവും ആദരിക്കുന്ന മുഹമ്മദ് നബിയുടെ ജന്മദിനം നടക്കുമ്പോൾ നബിദിനത്തിന് ഹിന്ദുക്കൾ ഭയന്ന് വീട്ടിലിരിക്കേണ്ടി വരുന്നു പറഞ്ഞാൽ ആർക്കാണത് അപമാനം? നോക്കൂ, ക്രിസ്മസിന് ഇറ്റലിയിൽ ക്രിസ്മസ് ആകുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കൾ ക്രിസ്മസ് ദിവസം അടുക്കുന്നതനുസരിച്ച് അവർക്ക് ഭയം കൂടി വരുന്നു. അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയാവുന്നു എന്ന് വിചാരിക്കുക. അതാർക്കാണ് അതിൻ്റെ അപമാനം? പക്ഷേ ഇവിടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ടോ? എത്ര സമുദായ സംഘടനകളുണ്ട്, എത്ര ശങ്കരാചാര്യന്മാരുണ്ട്, മഠങ്ങളുണ്ട്, ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൽ നിന്നുള്ള അക്ഷതം സ്വീകരിച്ച ആളുകളുണ്ടല്ലോ, പൂജിച്ച അക്ഷരം സ്വീകരിച്ച ആളുകൾ, അവരതിന് പറയുന്ന ന്യായം എന്താണ്? മര്യാദാ പുരുഷോത്തമനായ രാമൻ്റെ ക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം സ്വീകരിച്ച് ഞങ്ങളുടെ ഒരു ആത്മീയമായ ഒരു ഇതിൻ്റെ ഭാഗമാണ്. ശരിയാണ്, അവർക്കത് ചെയ്യാം. പക്ഷേ മര്യാദാ പുരുഷോത്തമനായ രാമൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വർഷങ്ങളായി ഇതിവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളുടെ രാമൻ്റെ പേരിൽ, ഞങ്ങളുടെ രാമൻ്റെ ജന്മദിനത്തിൽ ഇങ്ങനെയൊന്ന് ചെയ്യല്ലേ എന്നാരും പറയുന്നില്ല. ഈ അക്ഷതം സ്വീകരിച്ചവരെങ്കിലും ഒന്ന് പറയുന്നില്ലല്ലോ. ഇതിനെതിരെ രാമഭക്തരായ ദശലക്ഷക്കണക്കിന് മനുഷ്യരുള്ള, കോടിക്കണക്കിന് മനുഷ്യരുള്ള രാജ്യമല്ലേ. അപ്പോൾ ഇത് രാംനവമിയിൽ വർഷങ്ങളായി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഉത്തരവാദപ്പെട്ട സന്യാസിമാരോ മഠങ്ങളോ സമുദായ സംഘടനകളോ സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. എന്താണ് ആ സാഹചര്യം? ഈ ജനതയെ ധർമ്മശൂന്യരായ, നീതിശൂന്യരായ, അന്തസ്സാരശൂന്യരായ ഒരു വലിയൊരു ജനസഞ്ചയത്തെ പടുത്തുയർത്തി ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് RSSൻ്റെ വിജയം. അതുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കുകയാണ്. റാംനവമി വരുമ്പോൾ ആളുകൾ ഭയന്ന് വീട്ടിലിരിക്കുന്നു, കടകൾ പൂട്ടിയിടുന്നു, മസ്ജിദുകൾ ടാർപോളിൻ കെട്ടി മറക്കുന്നു. ആർക്കും അതൊരു അലോസരം ഉണ്ടാക്കുന്നില്ല. എന്തുമാത്രം ആത്മശൂന്യരായി, നീതിശൂന്യരായിട്ടാണ് ഇവർ ഈ ജനസഞ്ചയത്തെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മഹാജനസഞ്ചയത്തെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ജനസഞ്ചയത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ദൈവശാസ്ത്രവും ആശയ പദ്ധതിയും ഉണ്ട് എന്നുള്ളതാണ്, അതിൽ വിജയിച്ചു എന്നുള്ളതാണ് RSSൻ്റെ സംഘ് പരിവാറിൻ്റെ വിജയം. അങ്ങനെ ആ ജനസഞ്ചയത്തെ നോക്കിയാണ് മോഡി സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ, ആ ജനസഞ്ചയത്തെ നോക്കി സംസാരിക്കുമ്പോൾ അസാധാരണമായിട്ടുള്ള ആത്മവിശ്വാസം ഒരാൾക്ക് ലഭിക്കും. അസാധാരണമായൊരു ആത്മവിശ്വാസം ലഭിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ഇത്തരം ചർച്ചകൾ പോലും നോക്കൂ. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ ഇത്തിരിയെങ്കിലും ഉണ്ടാവുന്നുള്ളൂ. കാരണം ആ നിലയിൽ
ഈ ജനസഞ്ചയത്തെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ദീർഘമായൊരു പദ്ധതി. ഇത് എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ, നോക്കൂ, ഇങ്ങനെ ഒരു ജനതയെ മാറ്റിയെടുത്ത ആളാണ് ഹിറ്റ്ലർ, ഇങ്ങനെ ഒരു ജനതയെ മാറ്റിയെടുത്ത ആളാണ് മുസോളിനി. പക്ഷെ അത് വളരെ പെട്ടെന്ന് നടന്നൊരു സംഭവമായിരുന്നു. അത് പെട്ടെന്ന് തന്നെ അവസാനിച്ചിട്ടുണ്ട്. രണ്ടാളുകളും സ്വയം ജീവൻ കൊടുക്കുകയായിരുന്നു, നമുക്കറിയാം. പക്ഷേ ഇത് ദീർഘമായൊരു പദ്ധതിയിലൂടെ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ഇത് അവസാനിക്കാനും ദീർഘമായ സമയമെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അജിംസ് എന്ത് കരുതുന്നു? എന്തിനെക്കുറിച്ച്? അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ, സുപ്രീം കോടതിയെ സമീപിക്കും. അതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? ഇന്ന് കോൺഗ്രസ് അഭിഷേക് സിംഗ്വി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു ലിസ്റ്റ്, അവർ ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതികളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2019 ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതുപോലെ വിദ്വേഷ പ്രസംഗങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു. പ്രധാനമന്ത്രി തന്നെ വിദ്വേഷ പ്രസംഗം നടത്തുന്ന ഒരവസ്ഥയുണ്ടായി. അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അശോക് ലവാസ എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ച് പുറത്തു വരുന്നു. പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ മറ്റേ സ്പൈവെയർ ഉപയോഗിക്കുന്നു. ഏതാണ്? പെഗാസസ്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്പൈ ചെയ്യാൻ വേണ്ടി ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അവിടെയാണ് പ്രധാനമന്ത്രി വിദ്വേഷ പ്രസംഗം നടത്തുന്നത്. പ്രധാനമന്ത്രി വിദ്വേഷ പ്രസംഗം നടത്തുന്നതിൽ പുതുമയില്ല. ദാവൂദ് സാഹിബ് പറഞ്ഞല്ലോ, അതിൽ പുതുമയൊന്നുമില്ല. അദ്ദേഹത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ടെലിപ്രോംപ്റ്ററില്ലാതെ അദ്ദേഹം സംസാരിച്ചാൽ അദ്ദേഹം സ്വാഭാവികമായി സംസാരിക്കുന്ന കാര്യം തന്നെയാണെന്ന് പുറത്തു വന്നു. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പിന്നെ ഒരു പ്രധാനമന്ത്രിയല്ലേ, ഇദ്ദേഹം വിശ്വഗുരു അല്ലേ, ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ അല്ലേ, അതാണ് പ്രധാനം. അദ്ദേഹത്തിൻ്റെ പദവി എന്നുള്ള സ്റ്റേറ്റ്സ്മാൻ്റെ പദവിയാണ്. അവിടെ നിന്നുകൊണ്ട് ഈ സാധ്വി പ്രാച്ചിയും ശശികല ടീച്ചറും ഒക്കെ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിൽ ലജ്ജ തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മറ്റൊന്ന്, അത് കേട്ടിരുന്ന് കൈയടിക്കുന്ന മനുഷ്യർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഇന്ത്യയിലെ വോട്ടർമാരിൽ 50% മുകളിൽ ഇന്ത്യയിലെ വോട്ടർമാർ 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം ജനിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ജനിക്കുമ്പോൾ അവർ ഗുജറാത്ത് കലാപം കണ്ടിട്ടില്ല. അതിൽ മോദിയുടെ പങ്ക് എന്താണെന്നതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഗുജറാത്ത് കലാപത്തിന് ശേഷം നടത്തിയ ഗൗരവ യാത്രയിൽ ഹം പാഞ്ച് ഹമാര 25 എന്ന മോദിയുടെ പ്രയോഗം കേട്ടിട്ടില്ല. ഇവർക്ക് പെറ്റുപെരുകാൻ ഞാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കണമോ എന്ന് ഒരു മുഖ്യമന്ത്രി ജനക്കൂട്ടം നോക്കി പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് അറിയില്ല. ആ പ്രസംഗം നടക്കുമ്പോൾ വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. വാജ്പേയി പ്രധാനമന്ത്രിയാണ്. എന്നിട്ട് പോലും വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നിട്ട് പോലും അന്നത്തെ ന്യൂനപക്ഷ കമ്മീഷൻ, കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ഗുജറാത്ത് സർക്കാരിന് ഒരു നോട്ടീസ് അയക്കുകയാണ്. ആ പ്രസംഗത്തിൻ്റെ വെർബാറ്റിം വേണം, ടെക്സ്റ്റ് വേണം എന്നാവശ്യപ്പെട്ട്. അപ്പോൾ അന്നത്തെ മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര കമ്മീഷൻ തിരിച്ച് കത്തയക്കുകയാണ്, അത് ഞങ്ങൾ സൂക്ഷിക്കാറില്ല എന്നുള്ളത്. പക്ഷേ ഈ കത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അന്ന് അവിടുത്തെ ഇൻ്റലിജൻസ് ബ്യൂറോ, ഗുജറാത്ത് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന RB ശ്രീകുമാറും സഞ്ജീവ് ഭട്ടും അതിൻ്റെ റെക്കോർഡിംഗ് ടേപ്പ് അയച്ചു കൊടുത്തു. അതാണ് പിന്നീട് അവർ വേട്ടയാടപ്പെടാനുള്ള കാരണം. RB ശ്രീകുമാറും സഞ്ജീവ് ഭട്ടും വേട്ടയാടപ്പെടാനുള്ള കാരണം അത് അയച്ചു കൊടുത്തു എന്നൊരു തെറ്റാണ്. ആര് ചോദിച്ചിട്ട്? വാജ്പേയി സർക്കാരിന് കീഴിലുള്ള ന്യൂനപക്ഷ കമ്മീഷൻ ചോദിച്ചിട്ടാണ് ഇവർ അയച്ചു കൊടുത്തത്. അപ്പോൾ ഇത് ഒരു അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് മോദി ഉത്തരേന്ത്യയിൽ ഇപ്പോൾ വീണ്ടും ഈ വർഗീയ പ്രസംഗം നടത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 10 വർഷം ഇന്ത്യ ഭരിച്ച ഒരു പ്രധാനമന്ത്രിയാണ്. 10 വർഷം ഇന്ത്യ ഭരിച്ച അപൂർവം പ്രധാനമന്ത്രിമാരിലാണ് നരേന്ദ്രമോദി. അദ്ദേഹം ചെയ്ത നിരവധിയായ വികസന കാര്യങ്ങൾ പറയാനുണ്ട്. അത് അവരുടെ മാനിഫെസ്റ്റോയിലും മറ്റ് പ്രസംഗങ്ങളിലും പ്രചാരണ സാമഗ്രികളിലുമൊക്കെ വികസനമുണ്ട്. ഞങ്ങൾ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തു, രാമക്ഷേത്രം ഉണ്ടാക്കി, കക്കൂസ് പണിതു, അങ്ങനെ എന്തെല്ലാം പറയാനുണ്ട്, ഗ്യാസ് കൊടുത്തു, അങ്ങനെയൊക്കെ എന്തെല്ലാം പറയാം. ഇതൊന്നും പറയാതെ എന്തുകൊണ്ടാണ് ഈ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്ത് വർഗീയത പറയാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ അതിനി തുടർച്ചയായി പറയാൻ പോവുകയാണെന്നാണ് അതിനർത്ഥം. ഇതൊരു പ്രാവശ്യം കൊണ്ട് നിർത്താനുള്ളതല്ല. ഇന്ന് അമിത്ഷാ തന്നെ ഉത്തരേന്ത്യയിൽ നടന്നൊരു പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ന്യായീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആക്രോശ ശൈലിയിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അതിലെന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് അമിത്ഷാ അല്പം മുമ്പ് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി BJP നേതാക്കൾ ഈ വർഗീയത തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലെ പോൾ പെർസെൻറ്റേജാണ്. 64% എന്ന് പറഞ്ഞാൽ ഒട്ടും ആശ്വാസകരമായ ഒരു വോട്ടിംഗ് ശതമാനമല്ല BJPയെ സംബന്ധിച്ച്. അതിൻ്റെ കാരണം പോൾ പെർസെൻറ്റേജ് ഉയരണമെങ്കിൽ BJPയുടെ കേഡേഴ്സ് ഗ്രൗണ്ട് ലെവലിൽ ഉണർന്ന് പ്രവർത്തിക്കണം. അപ്പോൾ കൂടുതൽ വോട്ടർമാരെത്തണം. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ പോൾ പെർസെൻറ്റേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, ഒന്ന്, BJPയുടെ കേഡേഴ്സ് നിരാശരാണ്, അവർ കാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഒരു ഇൻഡിക്കേറ്റർ. 2, ആളുകൾ വോട്ട് ചെയ്യാൻ വിമുഖത കാണിക്കുന്നതിൻ്റെ ഒരു കാരണം ആൻറ്റി ഇൻകംബൻസിയാണ്. ഈ 2 കാരണങ്ങൾ RSSനും BJPക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് 1ാം ഘട്ട തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് ആ 1ാം ഘട്ടം ശ്രദ്ധിക്കുക എവിടെയൊക്കെയാണ്. ഒന്ന്, തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലുമാണ്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ BJPക്കെതിരെ എന്തെങ്കിലും
തിരിഞ്ഞു കുത്താൻ സാധ്യതയുള്ള വെസ്റ്റേൺ യു പിയിലെ ചില മണ്ഡലങ്ങളാണ്, കൈരാന ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കൈരാന ഉൾക്കൊള്ളുന്ന അവിടുത്തെ ലോക്സഭാ മണ്ഡലങ്ങളാണ് അതിലെ ടെസ്റ്റ് ഡോസ് എന്ന് പറയുന്നത്. അവിടെ വോട്ടിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കിയിട്ട് വേണം ഇനിയുള്ള പോൾ സ്ട്രാറ്റജി തീരുമാനിക്കാൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഈ പോളറൈസേഷൻ സ്ട്രാറ്റജി തന്നെയായിരിക്കും BJP മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല. കാരണം അവർക്കൊരു പുൽവാമയില്ല ഇക്കുറി ജിങ്കോയിസം ഉദ്ദീപിപ്പിക്കുന്ന ഒരു സംഭവമില്ല. പാകിസ്ഥാനിൽ പോയി വെറുതെ പോയി സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ കഴിയില്ല. അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ ലാൽ ആങ്ക് കാണിക്കാൻ പറ്റില്ല, ചുവന്ന കണ്ണ് കാണിക്കാൻ പറ്റില്ല. വേറെ ആർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാനുള്ളത് ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ വർഗീയ പ്രചാരണം നടത്തിക്കൊണ്ട് പോളറൈസേഷൻ മാത്രമാണ് ഇനി BJPയുടെ മുമ്പിലുള്ള വഴി. അതുവഴി രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ട് കിട്ടാൻ, കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ ഇന്ന് മാത്രമാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 400 സീറ്റ് എന്ന BJPയുടെ ലക്ഷ്യം നേടാനുള്ള മാർഗ്ഗമല്ല ഈ വർഗീയ പ്രചാരണം കൂടി മനസ്സിലാക്കണം. നിലവിലുള്ള സീറ്റ് കുറയാതിരിക്കാനുള്ള അവസാനത്തെ പിടിവള്ളിയാണ് വർഗീയ പ്രചാരണം. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കൂടുതൽ സീറ്റ് എന്തായാലും ഉത്തരേന്ത്യയിൽ നിന്ന് ഇനി കൂടുതൽ സീറ്റ് കിട്ടാനില്ല. പരമാവധി കിട്ടാവുന്ന BJP കിട്ടാവുന്നതിൻ്റെ പരമാവധി സീറ്റാണ് 2019 അവർക്ക് ലഭിച്ചത്. ഇനി കൂടുതൽ കിട്ടാനില്ല. ഉള്ളത് കുറഞ്ഞു പോകാതിരിക്കാനുള്ള ശ്രമമാണ് ഈ വർഗീയ പ്രചാരണത്തിൽ നടത്തുന്നത്. ഈ വർഗീയ പ്രചാരണത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, തൗസാമി നേരത്തെ പറഞ്ഞു, RSS 100 വർഷം കൊണ്ട് ഈ ഉണ്ടാക്കിയെടുത്ത ഒരു ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗത്തിലെ 2002 ശേഷം ജനിച്ച മനുഷ്യർ അവരെ പരമാവധി RSSൻ്റെ ഒരു ഐഡിയോളജിയിലേക്ക് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് RSS. 2014 ശേഷം സാമൂഹിക മാധ്യമങ്ങൾ വഴി അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ, ശാഖയിൽ പോകാത്ത അല്ലെങ്കിൽ വർഗീയ പാഠപുസ്തകങ്ങൾ പഠിക്കാത്ത, ഗുജറാത്തിലേതുപോലെ വർഗീയ പാഠപുസ്തകങ്ങൾ പഠിക്കാത്ത ജനവിഭാഗത്തെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി അവർ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷം. അപ്പോൾ അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ട മനുഷ്യന്മാരെ ഈ പറയുന്ന വെറുപ്പ് കൊണ്ട് അപരൻ്റെ ഷാഡൻ ഫ്രോഡ് എന്ന് പറയും, ഒരു ജർമ്മൻ പ്രയോഗമാണ് ഷാഡൻ ഫ്രോഡ്. അപരൻ്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഷാഡൻ ഫ്രോഡുള്ള ആൾക്കാരെ ഉദ്ദീപിപ്പിക്കുമ്പോൾ അവർ നിലവിൽ ഇന്ന് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടിയെന്ന് ആലോചിക്കില്ല. ഇന്ന് ഞാൻ അരി വാങ്ങിയത് എത്ര രൂപയ്ക്കാണെന്ന് അവൻ ആലോചിക്കില്ല. നാളെ എനിക്ക് എന്ത് ജോലി കിട്ടും പഠിച്ചിറങ്ങിയാൽ എന്ന് അവൻ ആലോചിക്കില്ല. ഏതെങ്കിലും വിധേന US-ലേക്ക് യൂറോപ്പിലേക്ക് പോകാനുള്ള ശേഷി എനിക്കുണ്ടോ എന്ന് ആലോചിക്കില്ല. ഞാൻ PSC ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ജോലിയുണ്ടോ, എത്ര ഒഴിവുകൾ നികത്താനുണ്ട് എന്ന് ആലോചിക്കില്ല. എനിക്ക് എന്തുകൊണ്ടാണ് അഡ്വൈസ് മെമ്മോ വരാത്തതെന്ന് അവൻ ആലോചിക്കില്ല. എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛന് ഇപ്പോൾ ഈ പ്രായത്തിലും ജോലി ചെയ്ത് തന്നെ പോറ്റേണ്ടി വരുന്നതെന്ന് അവൻ ആലോചിക്കില്ല. അപ്പോൾ ആ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം ലഹരിയാണ്. ആ ലഹരി ഉദ്ദീപിപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ജനങ്ങൾ മറന്നു പോകുന്നു, പ്രത്യേകിച്ച് യുവാക്കൾ മറന്നു പോകുന്നു. അത് മറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ അത് ശാശ്വതമല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ഇദ്ദേഹം ഈ വിദ്വേഷം വിളമ്പുന്നത്. അതേക്കുറിച്ച് ഒന്ന് പറയേണ്ടതാണ്. കാരണം വെച്ചാൽ 2006 ഡിസംബർ 9 മൻമോഹൻ സിംഗ് ആ പ്രസംഗം നടത്തുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ മീറ്റിങ്ങിൽ. ആ ഡേറ്റ് ശ്രദ്ധിക്കണം. ഡിസംബർ 9 2006. 2006 നവംബർ 30 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം ആ റിപ്പോർട്ട് വായിച്ചതിന് ശേഷമാണ് ഈ പ്രസംഗം നടത്തുന്നത്. ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് എന്താണെന്നറിയോ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ സാമൂഹിക നിലവാരം, അവരുടെ ജീവിത നിലവാരം SC/STയേക്കാൾ പിറകിലാണ് എന്നുള്ളതാണ്. അപ്പോൾ SC/STയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഭരണഘടനാ പ്രൊവിഷൻ, നിയമപരമായ പ്രൊവിഷനും ഭരണഘടനാമായ പ്രൊവിഷനുണ്ട്. എന്താണ്? അവർക്ക് വേണ്ടി സവിശേഷമായിട്ടുള്ള സ്കീമുകളുണ്ട്, റിസർവേഷനുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ഭാഷയിൽ പറഞ്ഞാൽ ഒരർത്ഥത്തിലുള്ള പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ SC/ST വിഭാഗത്തിൻ്റെ കാര്യത്തിലുണ്ട്. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്താണ്? പിറകിലായി പോയവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള സവിശേഷമായുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, അദ്ദേഹം ആ പ്രസംഗത്തിൽ മുസ്ലിങ്ങൾക്ക് ധനത്തിൽ വിഭവങ്ങളിൽ പ്രഥമ പരിഗണന നൽകണമെന്നല്ല പറഞ്ഞത്. മൈനോറിറ്റീസിൻ്റെ പേര് മൈനോറിറ്റീസിന് പറഞ്ഞ് എസ്പെഷ്യലി മുസ്ലിംസ് അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. പിന്നെ എന്ന് എന്ന വാക്ക് ഉപയോഗിച്ചു. ആ എന്നുള്ളത് അനുമതം വേറെയും കുട്ടികളുടെ കാര്യം, സ്ത്രീകളുടെ കാര്യം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സവിശേഷമായ പരിഗണന കൊടുക്കേണ്ട ആളുകൾക്ക് വിഭവങ്ങളിൽ പ്രഥമ അവകാശം നൽകണം എന്നുള്ളത് ഗവേണൻസിൻ്റെ വളരെ പ്രാഥമികമായൊരു തത്വമാണ്. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വിചാരിക്കുക. അതും ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതാണ്. കാരണം എൻ്റെ രാജ്യത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ജനവിഭാഗം ഏറ്റവും പിന്നോക്കമെന്ന് കരുതപ്പെട്ടിരുന്ന പട്ടികജാതി പട്ടിക വിഭാഗത്തേക്കാൾ പിറകിലാണ് എന്ന് അദ്ദേഹം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റി
ഒരു റിട്ടയർഡ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഒരു പഠനം നടത്തി, വർഷങ്ങളോളം നീണ്ടൊരു പഠനം നടത്തി അവരുടെ റിപ്പോർട്ട് തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ശേഷം നടന്ന ഒരു പ്രസംഗമാണ്. അതിനെയാണ് ഒരു ഉന്നതമായ നീതിബോധമുള്ള ഒരു ഭരണാധികാരിയിൽ നിന്ന് സ്വാഭാവികമായും വരുന്ന ഒരു കാര്യത്തെയാണ് വളച്ചൊടിച്ചിട്ട് അങ്ങേയറ്റം വെറുപ്പ് വിളമ്പാനുള്ള ഒരു ഉപാധിയായി മനുഷ്യൻ സ്വീകരിച്ചിരിക്കുന്നത് കാണണം. അല്ല, ഈ 2006 ഈ പ്രസംഗം ഞാനൊന്ന് ആലോചിക്കുന്നുണ്ട്. അന്ന് പത്രങ്ങളുടെ പ്രധാനപ്പെട്ട തലക്കെട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം. അന്നത്തെ ഒരു ദിവസം വെച്ചാൽ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് മീഡിയ, പ്രത്യേകിച്ചും ടെലിവിഷൻ, ഈ സാധനം ട്വിസ്റ്റ് ചെയ്തിരുന്നു അന്ന് തന്നെ. കാരണം ഈ ഇതിൻ്റെ അദ്ദേഹം പ്രസംഗിക്കുന്നതിൻ്റെ വാചകഘടന അങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ അതായത് വളച്ചൊടിക്കാൻ എളുപ്പമുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ്: upliftment of SC/STs and other backward classes, minorities and women and children. The common plans for scheduled caste and scheduled tribes will need to be revitalized. അത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, we will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. എന്നിട്ട് പറയുന്നത് they must have the first claim on resources. ഇതിൽ they എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മുമ്പ് പറഞ്ഞ എല്ലാ വിഭാഗങ്ങളുമാണ് എന്ന് പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. അന്ന് വൈകിട്ട് ഈ പ്രസംഗം നടന്ന അന്ന് വൈകിട്ട് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. കാരണം അന്ന് തന്നെ ഈ വളച്ചൊടിക്കൽ നടന്നതാണ്. അന്ന് തന്നെ മോദി പ്രസംഗിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് 18 വർഷം മുമ്പ് ഡിബങ്ക് ചെയ്ത, 15 വർഷം മുമ്പ് അന്നത്തെ PM ഓഫീസ് ക്ലാരിഫൈ ചെയ്ത ഒരു കാര്യമാണ് 18 വർഷത്തിന് ശേഷം വീണ്ടും നുണയായിട്ട് അവതരിപ്പിക്കുന്നത്. ഒന്നും നുണ പറയുന്നത് മാത്രമല്ല, ഈ നമ്മൾ ഒരു സൊസൈറ്റി, ഒരു ലീഡർഷിപ്പിനെ പറ്റി പറയുമ്പോൾ മോറലി ബാങ്ക്രപ്റ്റ് എന്ന് പറയുമല്ലോ, ധാർമ്മികമായി പാപ്പരായ ഒരു സമൂഹം. ആ ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ മോറലി ബാങ്ക്രപ്റ്റ് ആണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ നേതാക്കൾ എന്ന് പറയേണ്ടി വരും. യെസ്, അത് തന്നെയാണ്. ഇന്നിപ്പോൾ യോഗേന്ദ്ര യാദവ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ 1 മിനിറ്റിനുള്ളിൽ പച്ചക്കള്ളം ഇത്രയും പറഞ്ഞു എന്നുള്ളതല്ല, മോദിയുടെ ഭയത്തിൽ നിന്നുണ്ടാകുന്ന സംസാരമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. യെസ്, അപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. വിദ്വേഷം വമിപ്പിക്കുന്ന വർഗീയ പ്രസംഗങ്ങൾ നരേന്ദ്രമോദി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിയും ഉണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് രാജസ്ഥാനിലെ റാലിയിലെ ആ പ്രസംഗം സൂചിപ്പിക്കുന്നത്. കാത്തിരിക്കാം.